Hi everyone, welcome to a new session on the course Advanced Mechanics of Solids. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ടുഡേ ഈസ് അവർ സെക്കൻഡ് റിവിഷൻ ക്ലാസ്. സോ അനാലിസിസ് ഓഫ് സ്ട്രെയിൻ എന്ന ടോപ്പിക്കിൻ്റെ റിവിഷനാണ് ഇന്ന് ചെയ്യുന്നത്. സോ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തതാണ്. സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. സോ എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്ന സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ വൈ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ, എപ്സിലോൺ ഇസഡ് ഇസഡ് സ്ട്രെയിൻ ഇൻ ഇസഡ് ഡയറക്ഷൻ. ഈ ഓരോ വാല്യൂസും നോർമൽ സ്ട്രെയിൻ ആണ് ഇൻ എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ യു എക്സ് യു വൈ യു ഇസഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അന്നേരം സ്ട്രെയിൻ എപ്സിലോൺ എക്സ് എന്ന് പറയുന്ന സ്ട്രെയിനും യു എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ യു വൈ അല്ലെങ്കിൽ യു ഇസഡ് ഇതെല്ലാം ഡിസ്പ്ലേസ്മെന്റ് ആണ്. യു എക്സ് യു വൈ യു ഇസഡും എപ്സിലോൺ എക്സ് എക്സ് എപ്സിലോൺ വൈ വൈ എപ്സിലോൺ ഇസഡ് ഇസഡ് ഇതെല്ലാം സ്ട്രെയിൻ ആണ്. സോ ദിസ് ഈസ് ദ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ. ഫസ്റ്റ് സെറ്റിലുള്ള 3 സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. നോർമൽ സ്ട്രെയിൻ ആണ്. ഓക്കെ, നോർമൽ സ്ട്രെയിൻ പോലെ തന്നെ ഷിയർ സ്ട്രെയിനും ഉണ്ടാവും. ഷിയർ സ്ട്രെയിൻ ഗാമ എക്സ് വൈ, ഷിയർ സ്ട്രെയിൻ ഗാമ വൈ ഇസഡ്, ഷിയർ സ്ട്രെയിൻ ഗാമ എക്സ് ഇസഡ്. ഗാമ എക്സ് വൈയുടെ വാല്യൂ ആണ് ഡോ യു എക്സ് ബൈ ഡോ വൈ പ്ലസ് ഡോ യു വൈ ബൈ ഡോ എക്സ്. ഓക്കെ, ഇത് എക്സ് വൈ ഷിയർ സ്ട്രെയിൻ ഇൻ എക്സ് വൈ പ്ലെയിൻ ആണ്. അന്നേരം ഇത് എളുപ്പം എഴുതാൻ വേണ്ടി എക്സും വൈയും ആണെങ്കിൽ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് യു എക്സും വരും, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് യു എക്സും വരും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് എഴുതാം. ഗാമ വൈ ഇസഡ് ആവുമ്പോൾ വൈയും ഇസഡും ആണ് ഓൾറെഡി ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇസഡ് വരുമ്പോൾ യു വൈ വരും, വൈ വരുമ്പോൾ യു ഇസഡ് വരും. ഓൾട്ടർനേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വരും. ഗാമ എക്സ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഡോ യു എക്സ് ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ യു ഇസഡ് ബൈ ഡോ എക്സ്. ഓക്കെ, ഇവിടെ ഷിയർ സ്ട്രെയിൻ ഇൻ എക്സ് ഇസഡ് പ്ലെയിൻ ആണ്. എക്സ് ഇസഡ് പ്ലെയിൻ ആകുമ്പോൾ ഇവിടെ ഇസഡ് വരും, ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് യു എക്സ് വരും. ഓക്കെ, ഇവിടെ എക്സ് വരുമ്പോൾ ഇവിടെ ഇസഡ് വരും. അങ്ങനെ ചേഞ്ച് ചെയ്താണ് പെട്ടെന്ന് നമുക്ക് ഈ ഷിയർ സ്ട്രെയിൻ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സ്ട്രെസ് ടെൻസർ പഠിച്ചതുപോലെ തന്നെ സ്ട്രെയിൻ ടെൻസറും ഉണ്ട്. എപ്സിലോൺ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ ഇസഡ് ഇസഡ് എന്ന് പറയുന്ന ഡയഗണലായിട്ട് എഴുതുന്നതാണ്. ഇങ്ങനെ ഡയഗണലായിട്ട് എഴുതുന്നതാണ് നോർമലും. ബാക്കി നോൺ ഡയഗണൽ വാല്യൂസ് ആണ് ഷിയർ സ്ട്രെയിൻ വരുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗാമ എക്സ് വൈ ബൈ 2 ആണ്. ഓക്കെ, ഇവിടെയും ഗാമ എക്സ് വൈ ബൈ 2 ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ടോട്ടൽ ഷിയർ സ്ട്രെയിൻ ഇൻ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്നത് ഗാമ എക്സ് വൈ ബൈ 2. ഈ ഗാമ എക്സ് വൈ ബൈ 2 ആണ് എപ്സിലോൺ എക്സ് വൈ. ഓക്കെ, ടോട്ടൽ എക്സ് വൈ പ്ലെയിനിലുള്ള ടോട്ടൽ ആണ് എപ്സിലോൺ എക്സ് വൈ. ഗാമ എക്സ് വൈ ബൈ 2 ഗാമ എക്സ് വൈ ബൈ 2 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എപ്സിലോൺ എക്സ് വൈ വരുന്നത്, ടോട്ടൽ ഷിയർ സ്ട്രെയിൻ ഇൻ എക്സ് വൈ പ്ലെയിൻ. അതേപോലെ തന്നെയാണ് ഇവിടെ ഗാമ എക്സ് ഇസഡ് ബൈ 2. ഗാമ എക്സ് ഇസഡ് ബൈ 2 ആണ് എപ്സിലോൺ എക്സ് ഇസഡ്. ഇവിടെ ഗാമ വൈ ഇസഡ് ബൈ 2 ആണ് എപ്സിലോൺ വൈ ഇസഡ്. ഓക്കെ, ഈ രണ്ട് രീതിയിലും സ്ട്രെയിൻ ടെൻസർ എഴുതാം. ഇൻ ടേംസ് ഓഫ് ഗാമ എക്സ് വൈ അല്ലെങ്കിൽ ഗാമയുടെ ടേംസിലും എഴുതാം, അല്ലെങ്കിൽ എപ്സിലോണിന്റെ ടേംസിലും എഴുതാം. ഇത് തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻസ് എല്ലാം ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അന്ന് പറയാത്ത ഒരു ഇക്വേഷനാണ്, ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു ഇക്വേഷനാണിത്. ലീനിയർ സ്ട്രെയിൻ അറ്റ് എനി പോയിന്റ് പി ഇൻ എ ഗിവൺ പ്ലെയിൻ. ഓക്കെ, ഏതെങ്കിലും ഒരു പ്ലെയിനിലെ ഏതെങ്കിലും ഒരു ആ പ്ലെയിനിലെ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എൻ എക്സ് എൻ വൈ എൻ ഇസഡ് എന്ന് പറഞ്ഞ 3 ഡയറക്ഷൻ കൊസൈൻസ് ഉണ്ടെങ്കിൽ ലീനിയർ സ്ട്രെയിൻ അറ്റ് ദാറ്റ് പോയിന്റ് പി അത് കണ്ടുപിടിക്കാം. ലീനിയർ സ്ട്രെയിൻ അറ്റ് എനി പോയിന്റ് പി ഇൻ എ ഗിവൺ പ്ലെയിൻ വിത്ത് ഡയറക്ഷൻ കൊസൈൻസ് എൻ എക്സ് എൻ വൈ എൻ ഇസഡിന്റെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എപ്സിലോൺ പി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എക്സ് എക്സ് ഇൻറ്റു എൻ എക്സ് സ്ക്വയർ പ്ലസ് എപ്സിലോൺ വൈ വൈ ഇൻറ്റു എൻ വൈ സ്ക്വയർ പ്ലസ് എപ്സിലോൺ ഇസഡ് ഇസഡ് ഇൻറ്റു എൻ ഇസഡ് സ്ക്വയർ പ്ലസ് എപ്സിലോൺ എക്സ് വൈ. എപ്സിലോൺ എക്സ് വൈ ആകുമ്പം
എക്സും വൈയും ആയതുകൊണ്ട് എൻ എക്സ് എൻ വൈ, രണ്ട് ഡയറക്ഷൻ കൊസൈൻ. എപ്സിലോൺ വൈ സെഡ് ആകുമ്പോൾ വൈ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷൻ കൊസൈൻ എൻ വൈ എൻ സെഡ്. ഇവിടെ എപ്സിലോൺ എക്സ് സെഡ് ആകുമ്പോൾ എൻ എക്സ് എൻ സെഡ്, അങ്ങനെ എഴുതാൻ പറ്റും ഡയറക്ഷൻ കൊസൈൻസ്. ഇവിടെ എക്സ് സെഡ് ആണെങ്കിൽ എക്സ് ഇസഡിലുള്ള ഡയറക്ഷൻ കൊസൈൻസ്, അങ്ങനെ പെട്ടെന്ന് ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ ഈ ഇക്വേഷനും പഠിക്കുക. ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് യൂണിവേഴ്സിറ്റി പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇപ്പം പറഞ്ഞത്. ഇത് എഴുതി വെക്കുക, അന്ന് ക്ലാസ്സിൽ ചെയ്തിട്ടില്ലായിരുന്നു ഈ ഇക്വേഷൻ. ഓക്കെ, സോ ദെൻ അനാലിസിസ് ഓഫ് സ്ട്രെയിനിൽ വരുന്ന ഒരു ടോപ്പിക്കായിരുന്നു കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ ഓർ സ്ട്രെയിൻ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ. ഇതും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. രണ്ട് സെറ്റ് കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഒരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഇതൊന്നും കൂടെ പറയുന്നത്. ഈ ഇക്വേഷൻസ് എല്ലാം ഓൾറെഡി ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, സോ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഗാമ എക്സ് വൈ, ഗാമ വൈ സെഡ്, ഗാമ എക്സ് സെഡ് എന്ന് പറയുന്ന ഒരു സെറ്റും, പിന്നെ ഈ ഒരു രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഷിയർ സ്ട്രെയിൻ വരുന്നതല്ല, ഗാമ വൈ സെഡ്, ഗാമ എക്സ് സെഡ്, ഗാമ എക്സ് വൈ, ഇതാണ് ഷിയർ സ്ട്രെയിൻ വരുന്നതെല്ലാം ആയിട്ടുള്ള ഒരു സെറ്റും ഇത് ആദ്യത്തെ സെറ്റും. ഈ രണ്ട് സെറ്റാണ് കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രെയിൻ ആണ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രെയിൻ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻസ് ആണിത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ഫോർ എ 2-dimensional പ്ലെയിൻ സ്ട്രെയിൻ കേസ് ഈസ് യു എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഇൻറ്റു ജെ ക്യാപ് ഇൻറ്റു 10⁻². ഓക്കെ, 10⁻² കോമൺ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് കമ്പോണൻസ് ഓഫ് സ്ട്രെയിൻ അറ്റ് പോയിന്റ് 2,4 എന്ന് പറയുന്ന പോയിന്റിലുള്ള സ്ട്രെയിനിൻ്റെ കമ്പോണൻസും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്ട്രെയിൻ കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻസ് ഫോർ എ ജനറൽ 3-dimensional പ്രോബ്ലം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ദ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ ഫോർ എ 2-dimensional പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം വിത്ത് പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ചെക്ക് കോമ്പാക്റ്റബിലിറ്റി ഓഫ് ദി ഗിവൺ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. K2-ൽ മെയ് 2017 ചോദിച്ച 10 മാർക്സിന് ചോദിച്ചതാണ്. ഈ സബ് പാർട്ടിന് 3, 2, 5 ടോട്ടൽ 10 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് സബ് പാർട്ട് കമ്പോണൻസ് ഓഫ് സ്ട്രെയിനിൻ്റെ കമ്പോണൻസ് കണ്ടുപിടിക്കണം. സോ ഗിവൺ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഇൻറ്റു ജെ ക്യാപ് ഇൻറ്റു 10⁻². സോ ഇതെന്ന് പറയുന്നത് യു എക്സ് ആണ്. ജനറലി ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് യു വെക്ടർ ഈസ് ഈക്വൽ ടു യു എക്സ് ഐ ക്യാപ് പ്ലസ് യു വൈ ജെ ക്യാപ് പ്ലസ് യു ഇസഡ് കെ ക്യാപ്. ഓക്കെ, സോ ഇവിടെ യു എക്സും യു വൈയും രണ്ട് ടേംസേ ഉള്ളൂ, 2-dimensional കേസാണ്. ഓക്കെ, സോ യു എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ, യു വൈ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ. സോ ഫസ്റ്റ് എപ്സിലോൺ എക്സ് എക്സ്, നോർമൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ, ഡോ യു എക്സ് ബൈ ഡോ എക്സ്. സോ ഇതിനെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. എക്സ് ചെയ്യുമ്പം എക്സ് സ്ക്വയറിൻ്റെ 2x പ്ലസ് വൈ കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 തന്നെയാണ്. സോ എപ്സിലോൺ എക്സ് എക്സ് കിട്ടി. എപ്സിലോൺ വൈ വൈയുടെ ഫോർമുല ഡോ യു വൈ ബൈ ഡോ വൈ. യു വൈയെ വിത്ത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. വൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയറിൻ്റെ 2y പ്ലസ് എക്സ് ഇൻറ്റു വൈയുടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ 1. സോ എക്സ് തന്നെ വരും, 2y പ്ലസ് എക്സ്. സോ നമുക്ക് ഗിവൺ പോയിന്റ് 2,4 എന്ന് പറഞ്ഞ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അറ്റ് എപ്സിലോൺ എക്സ് എക്സ് അറ്റ് 2,4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2 ഇൻറ്റു 2 4 പ്ലസ് 4 8 ഇൻറ്റു 10⁻² ഇവിടെ കോമൺ ആണ്. എപ്സിലോൺ വൈ വൈയും അതേപോലെ ഇവിടെ എക്സിനും വൈക്കും 2ഉം 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 10 ഇൻറ്റു 10⁻² എന്ന് വരും. സിമിലർലി ഗാമ എക്സ് വൈ എന്ന് പറയുന്നത് ഡോ യു എക്സ് ബൈ ഡോ വൈ പ്ലസ് ഡോ യു വൈ ബൈ ഡോ എക്സ്. അതും പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. അറ്റ് പോയിന്റ് 2,4 എക്സിന് 2ഉം വൈക്ക് 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരം 6 കിട്ടും. 6 ഇൻറ്റു 10⁻². ഈ 10⁻² ഇവിടെ കോമൺ ആണ്. സോ സ്ട്രെയിൻ ടെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ ബൈ ഗാമ എക്സ് വൈ ബൈ 2, ഗാമ എക്സ് വൈ ബൈ 2. ഓക്കെ, അതാണ് സ്ട്രെയിൻ ടെൻസർ. ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
ഫൈൻഡ് ദ കമ്പോണൻസ് ഓഫ് സ്ട്രെയിൻ അറ്റ് ദി പോയിന്റ് 2, 4. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ദി സ്ട്രെയിൻ കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻ ഫോർ ജനറൽ 3-dimensional പ്രോബ്ലം. ഇതാണ് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻ എഴുതണം. സ്ട്രെയിൻ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ. ഓക്കെ, 3-dimensional ആയതുകൊണ്ട് ഈ രണ്ട് സെറ്റിലെയും എല്ലാ ഇക്വേഷൻസും എഴുതണം. ഇതിന് 2 മാർക്കാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു 2-dimensional പ്ലെയിൻ സ്ട്രെയിനിന്റെ കേസിൽ കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുക. ആൻഡ് കോമ്പാക്റ്റബിലിറ്റി, ചെക്ക് ദി കോമ്പാക്റ്റബിലിറ്റി ഓഫ് ദി ഗിവൺ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ്. ഓക്കെ, തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ഇതിന്റെ കോമ്പാക്റ്റബിലിറ്റി ചെക്ക് ചെയ്യാനാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സി. സോ ഒരു ഇലാസ്റ്റിക് പ്രോബ്ലത്തെ നമ്മൾ പ്ലെയിൻ സ്ട്രെയിൻ എന്ന് പറയുന്നത്, കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്സിലോൺ ഇസഡ് 0 ആൻഡ് ഗാമ എക്സ് ഇസഡ് 0, ഗാമ വൈ ഇസഡ് 0. അതായത് ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇവിടെ ടേംസ് കാണുമ്പോൾ പറയും ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ 0 ആണ്. അതാണ് പ്ലെയിൻ സ്ട്രെയിൻ കേസ്. ദാറ്റ് ഈസ് വെൻ ദ ഡയമെൻഷൻ ഓഫ് എ സോളിഡ് ഈസ് വെരി ലാർജ് ഇൻ ഇസഡ് ഡയറക്ഷൻ. അതായത് എക്സും വൈയും ഡയറക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇസഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഡയമെൻഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡയമെൻഷൻ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെയുള്ള കേസുകളിലാണ് പ്ലെയിൻ സ്ട്രെയിൻ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഡാമിന്റെ കേസിലൊക്കെ ഡാമിന്റെ ഒരു ഡയമെൻഷൻ വളരെ കൂടുതലായിരിക്കും ബാക്കി 2 ഡയമെൻഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള കേസുകളിൽ പ്ലെയിൻ സ്ട്രെയിൻ കേസാണ്. സോ അങ്ങനെയുള്ള കേസുകൾ കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ 2 സെറ്റിലും ഒരെണ്ണം മാത്രമേ വരൂ, ആദ്യത്തെ മാത്രമേ വരൂ. ഓക്കെ, കാരണം ബാക്കി എല്ലാ ടേമിലും ഇസഡ് വരുന്നുണ്ട്, അന്നേരം ആ ഇക്വേഷൻസ് ഒന്നും വരത്തില്ല. സോ കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻ റെഡ്യൂസസ് ടു ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് പ്ലെയിൻ സ്ട്രെയിൻ കേസ്. സോ ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്നത് 2x + y ഓൾറെഡി കണ്ടുപിടിച്ചു. എപ്സിലോൺ വൈ വൈ 2y + x, ഗാമ എക്സ് വൈ x + y, ഇതെല്ലാം ഓൾറെഡി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, പിന്നെ ആദ്യം ചെയ്യേണ്ടത് എപ്സിലോൺ എക്സ് എക്സിനെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു y 2 പ്രാവശ്യം ചെയ്യാം. ആദ്യം ചെയ്യുമ്പം 1 കിട്ടും. ഓക്കെ, കാരണം y എന്ന് പറഞ്ഞ ഒരു വാല്യൂ, വൈയുടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ 1, പിന്നെ അതിനെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യുമ്പോൾ 0 വരും. സിമിലർലി എപ്സിലോൺ വൈ വൈയെ 2 പ്രാവശ്യം പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, അതിൻ്റെയും വാല്യൂ 0 വരും. ദെൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഡോ² ഗാമ എക്സ് വൈ ബൈ ഡോ എക്സ് ഡോ വൈ. അന്നേരം ഗാമ എക്സ് വൈ ആദ്യം എക്സ് കൊണ്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, പിന്നെ വൈ കൊണ്ട് ചെയ്യുക. എക്സ് കൊണ്ട് ചെയ്യുമ്പം 1 എന്ന് വരും, വൈ കൊണ്ട് രണ്ടാമത് ചെയ്യാൻ നേരം 0 വരും. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ഓക്കെ, 0 + 0 0 തന്നെ വരും. സോ അവർ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഫോർ ദിസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിന് കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.